ഹലോ സ്റ്റെലേഴ്സ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ക്രൈം 101 എന്ന മൂവിനെ പറ്റിയാണ്. ഇതിപ്പം ആമസോൺ പ്രൈമിലുണ്ട്. കണ്ടവരൊക്കെ പോയി കാണുക. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് സ്റ്റോറി ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീഫിൻ്റെ ഒരു തീഫായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. പുള്ളിക്കാരൻ ഒരു മിഷൻ്റെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഒരു ഒരു കോൺഫ്ലിക്റ്റ്, അതായത് ബേസിക്കലി പുള്ളിക്കാരൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആഹ് ചെയ്യുന്ന ക്രൈംസ് ഭയങ്കര ആഹ് എല്ലാം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഒരു പോയിന്റില് നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ ആഹ് ഒരു മിഷനില് പുള്ളിക്കാരന് ചെറിയൊരു കോൺഫ്ലിക്റ്റ് ചെയ്യേണ്ടി വരികയും ഒരു ജ്വല്ലറീൻ്റെ അവിടെ ഇഷ്യൂ വരികയും അതിന് ശേഷം ഉണ്ടായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. അതേപോലെ തന്നെ ഒരു സെക്കൻഡറി ഇതായിട്ട് അവിടെ അടുത്തുള്ള ആ സെയിം ലൊക്കേഷനിൽ തന്നെ വേറൊരു റോബറി നടക്കുകയും, പക്ഷേ പുള്ളിക്കാരൻ അതിനകത്തുള്ള ആ ക്യാരക്ടർ, നമ്മുടെ റോബറായിട്ടുള്ള ക്യാരക്ടർ ആൾക്കാരെ ഹേർട്ട് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മെയിൻ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ആൾ ഇൻവോൾവ് ആയ ശേഷം പുള്ളിക്കാരൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ലൈക്ക് നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ആൾക്കാരെ ഹേർട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പുള്ളിക്കാരൻ ഒരു പാറ്റേൺ കണ്ടുപിടിച്ചു. മറ്റേ ആള് ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ എന്താ പറയാ, ഡിറ്റക്റ്റീവ് സൊസൈറ്റി അങ്ങനത്തെ ആ ഒരു ഇത് അവർ പറഞ്ഞു അങ്ങനെയൊന്നും വേണ്ട, ഇത് എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്യാൻ നോക്കുക എന്ന രീതിക്കാണ് അവർ ഇരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ മെയിൻ ഡിറ്റക്റ്റീവ് ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് സാധനങ്ങൾ സെർച്ച് ചെയ്യാനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അവസാനം നമ്മൾ നമ്മുടെ മെയിൻ ക്യാരക്ടറായ മൈക്കിൻ്റെ അടുത്തെത്തും. അപ്പം മൈക്കിൻ്റെ ലൈക്ക് അതിനകത്തൊരു ഫീമെയിൽ ക്യാരക്ടർ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. പുള്ളിക്കാരി ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ബേസിക്കലി ഇങ്ങനത്തെ വാല്യുബിൾ ആയിട്ടുള്ള ജുവൽസ്, ഡയമണ്ട്സ്, മറ്റേ ആർട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നെ ലൈക്ക് ഇയാള് നമ്മുടെ മൈക്ക് എന്ന് പറഞ്ഞ മെയിൻ ക്യാരക്ടർ പുള്ളിക്കാരിനെ ഇൻവോൾവ് ചെയ്തിട്ട് ഒരു ഹൈസ്റ്റ്, അതായത് പുള്ളിക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുത്തിട്ട് ഹൈസ്റ്റിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഇൻവോൾവ് ചെയ്തു. അപ്പോൾ ബേസിക്കലി ആ പുള്ളിക്കാരി കോപ്പുമായിട്ട് ഉള്ള ഒരു ഇതായിരുന്നു. രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഈ മൈക്കിൻ്റെ അടുത്തേക്ക് പോയത്. അത് മൈക്കിന് അറിയത്തില്ല, അത് വേറെ കാര്യം. അങ്ങനെ എൻഡിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും വേറൊരാളെ പോലെ ഇമിറ്റേറ്റ് ചെയ്ത് ഇവൻ ഒരു ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോകും. അവിടെ ആയിരിക്കും നമ്മുടെ മെയിൻ ബില്യനേഴ്സ് ഉണ്ടാവുക. ബേസിക്കലി നമ്മുടെ എന്താ മറ്റേ ആളുള്ളത്, അയാൾ ഈ ഡയമണ്ട്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തേക്കുന്ന അവിടെ അടുത്ത പെന്റ് ഹൗസ് പോലത്തെ സ്ഥലത്താണ്. അപ്പം ഇവര് ചെന്നപ്പോഴത്തേക്കും നമ്മുടെ മൈക്ക് ക്യാരക്ടർ സ്വിച്ചായി അവൻ്റെ ഒറിജിനൽ ക്യാരക്ടറിലേക്ക് അവൻ ഹൈസിന്റെ പാട്ടിലോട്ട് വരുന്നു. അവൻ മോഷ്ടിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും മുമ്പ് ജ്വല്ലറി നടന്ന ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നപ്പോൾ നടന്ന ഒരു ചങ്ങായാണ് വേറൊരുത്തൻ. അപ്പം അവൻ വന്നിട്ട് ഇവനെ അറ്റാക്ക് ചെയ്യാൻ നോക്കും. എന്നിട്ട് ഇവന്റെ കയ്യിന്ന് ആ ജ്വല്ലറി സാധനങ്ങളും എല്ലാം അടിച്ചു മാറ്റാൻ നോക്കും. പക്ഷേ ഇവൻ അതിനകത്ത് ഒരാളെ ഹേർട്ട് ചെയ്യുന്ന കണ്ടിട്ട് ഇവൻ ഇഷ്ടപ്പെടില്ല, നമ്മുടെ മൈക്ക് എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഇവൻ എന്നിട്ട് അവനെ ഷൂട്ട് ചെയ്തിടും. എന്നിട്ട് അതുകൊണ്ട് നമ്മുടെ ഡിറ്റക്റ്റീവാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് ആൾമാറാട്ടം ചെയ്തിട്ടാണ് വേറൊരാളായിട്ടാണ് ഇവരുടെ അടുത്തേക്ക് വന്നത്, ഈ വില്ലേനേഴ്സിന്റെ അടുത്തേക്ക്. അതായത് അയാൾ കുറെ നാളായിട്ട് മൈക്കിന്റെ പുറകെ ആയതുകൊണ്ട്. അപ്പോൾ ഇവനെ അറസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഇവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ മെയിൻ ക്യാരക്ടറിനെ ഇവർ വെറുതെ വിട്ടു. അപ്പം അങ്ങനത്തെ ഒരു നല്ല രീതിക്കാണ് പടം എൻഡ് ചെയ്യുന്നത്. പിന്നെ പുള്ളിക്കാരൻ്റെ കയ്യിലൊക്കെ ഉള്ള കാറ് ഡിറ്റക്റ്റീവ് മേ ബി എന്താ പറയാ, ഒരു കൈൻഡ്നസ് കൈൻഡ്നസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, കഷ്ടപ്പെടുത്തേണ്ട ഇത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഒരു പുള്ളിക്കാരൻ്റെ കാറ് ഒരാൾക്ക് കൊടുത്തു, ഡിറ്റക്റ്റീവിന് കൊടുത്തു. പുള്ളിക്കാരൻ നാട് വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നോട്ട് ഷുവർ. ബട്ട് അതിൻ്റെ ഇടയ്ക്കൊരു ഒരു റൊമാൻസ് സീക്വൻസും ഉണ്ട്. പുള്ളിക്കാരൻ മൈക്ക് ഒരാളുമായിട്ട് ഇഷ്ടപ്പെടുകയും അത് മിഡ് പാർട്ടിന് മിഡ് ഏരിയ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മെയിൻ ഹൈസ്റ്റിൻ്റെ ഒക്കെ ഏരിയ ആകുമ്പോഴത്തേക്കും ചെറിയ കോൺഫ്ലിക്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒന്ന് ബ്രേക്കപ്പ് അല്ല, ഒരു ഇതുപോലെ ആകെ എൻഡിങ്ങിലേക്ക് വരുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു ക്ലോഷർ കൊടുക്കുന്ന രീതിക്കാണ് പടം നിർത്തുന്നത്. അതായത് നമ്മുടെ മെയിൻ ക്യാരക്ടറും ആ പെണ്ണും ലൈക്ക് നമ്മുടെ ഫീമെയിൽ ലൈക്ക് ഒരു ലവ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പുള്ളിക്കാരിയായിട്ടൊരു നല്ല രീതിക്ക് ഒരു എൻഡിങ് കൊടുക്കുന്നുണ്ട്. കാണിക്കുന്നില്ലെങ്കിലും പക്ഷെ അങ്ങനെ ഒരു എൻഡിങ്ങിന്റെ ബേസിലാണ് പോകുന്നത്.
പിന്നെ നമ്മുടെ ഡിറ്റക്റ്റീവിന് കാറ് കൊടുക്കും. ലൈക്ക് ഒരു ടോക്കൺ ഓഫ് താങ്ക്സ് പോലെ. പിന്നെ മറ്റേ അതുപോലെ ആ സമയത്ത് ആ ഹൈസ്റ്റ് നടക്കുന്ന സമയത്ത് കുറച്ച് ഡയമണ്ട്സ് ഉണ്ടാവും. അത് ഡിറ്റക്റ്റീവ് നൈസായിട്ട് അടിച്ചു മാറ്റിയായിരുന്നു. അത് എന്നിട്ട് ഈ ഇൻഷുറൻസ് കമ്പനിയിലെ പെണ്ണില്ലേ, പുള്ളിക്കാരി അവിടെ ഭയങ്കര ടോർച്ചറും കാര്യങ്ങളും അവിടുന്ന് അറങ്ങണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു പെണ്ണായിരുന്നു. പക്ഷേ അപ്പം പുള്ളിക്കാരിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡയമണ്ട്സ്, അവിടെ അടിച്ചു മാറ്റിയ ഡയമണ്ട്സ്, അതായത് ഒരു റെക്കോർഡ്സിലില്ലാത്ത ഡയമണ്ട്സ് ഇവൾക്ക് കൊടുക്കും. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനും അതിനായിട്ട് ഫണ്ടിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടാണ് പടം ചെയ്യുന്നത്. അപ്പോൾ കാണേണ്ടവരൊക്കെ പോയി കാണുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് മൊത്തം ക്ലിയർ ആവണമെന്നില്ല. പക്ഷേ ഇത് ജസ്റ്റ് എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളും തോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പം തീർച്ചയായിട്ടും ക്രൈം 101 പോയി പ്രൈമിൽ കാണുക. ഇഷ്ടപ്പെടുന്നവർ, എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്നതല്ല, പക്ഷേ ചിലർക്ക് ഇഷ്ടപ്പെടും. ബട്ട് ഓവറോൾ എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് സ്റ്റോറി ലൈൻ പോയിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി അടിപൊളിയാണ്. ഡയറക്ഷൻ അടിപൊളിയാണ്. അതുപോലെ കളർ ഗ്രേഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നല്ല അത്യാവശ്യം നല്ല രീതിക്കാണ് ക്യാരക്ടേഴ്സ് ബേസുകളും എല്ലാം അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ, അല്ല, താല്പര്യമുള്ളവർ പോയി കാണുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.